ഹായ് എവ്രി വൺ. ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എത്ര ഈസി ആയിട്ട് നമുക്കൊരു അക്വേറിയം സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ അക്വേറിയം സെറ്റിങ്ങിന് അത്ര വലിയ ടെക്നിക്കൽ നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്തിരിക്കുന്ന അക്വേറിയം ഒരു 2 അടി നീളത്തിൽ 1.5 അടി വീതിയിൽ 1.5 അടി ഹൈറ്റിലാണ്. അതായത് ഒരു സ്ക്വയർ പോലെ ഇരിക്കും. മറ്റുള്ള നമ്മൾ ട്രഡീഷണലി കാണുന്ന അക്വേറിയത്തിനെ പോലെ ഇടുങ്ങിയ അക്വേറിയം അല്ല. അപ്പോൾ നമുക്ക് പല ആംഗിളിൽ നിന്നുള്ള വ്യൂസൊക്കെ വളരെ കറക്റ്റായിട്ടിരിക്കും. ഫിഷിന് നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആമസോൺ സോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ടായിരുന്ന ഒരു വെട്ടുകല്ലിൻ്റെ കഷ്ണം ഞാനൊരു ചെറിയ ഷേപ്പാക്കി അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ മുമ്പ് ചെയ്തൊരു അക്വേറിയം, അതും 2 ഫീറ്റിൻ്റെ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ അക്വേറിയം. ഈ 2 അടി നീളം, 1.5 അടി വീതി, 1.5 അടി ഹൈറ്റ്, അതാണ് ഇതിൻ്റെ അളവുകൾ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവായത് അക്വേറിയത്തിന് മാത്രം നമുക്ക് 1500 രൂപ ചിലവായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആമസോൺ സോയിലാണ്. ആമസോൺ സോയിലിന് കിലോയ്ക്ക് 250 രൂപയാണ്. ഇതിൽ 2 കിലോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടാങ്ക് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കുറവേ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിൽ കുറച്ച് പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് നമുക്ക് കൂട്ടം കൂട്ടമായിട്ട് വാങ്ങിട്ടും. ബഞ്ച് ഓഫ് പ്ലാന്റ്സ് അത് 60 രൂപയാണ് നമുക്ക് ഒരു കൂട്ടം, അതായത് ഒരു സെറ്റ് ഓഫ് പ്ലാന്റ്സിന് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു വെട്ടുകല്ലിൻ്റെ കഷ്ണം ഞാൻ പുറത്ത് എടുക്കണ്ടായിരുന്നു, വെട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വേറെ ഡെക്കറേഷൻസ് ഒക്കെ നടത്തിയിട്ട് ചെയ്യാം. കുറച്ച് പൂപ്പൽ പിടിച്ച വെട്ടുകല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, ഒരു മൗണ്ടൻ പോലെയൊക്കെ ചെയ്യാം. അതൊക്കെ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കും. പിന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 2 അടിയുടെ ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു 700 രൂപയോളം വന്നിട്ടുണ്ട്. പിന്നെ ഒരു 340-400 രൂപ വിലയുള്ള ഒരു ഫിൽറ്ററും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് വന്ന എക്സ്പെൻസ്. ഇത് 2 അടിയുടെ ടാങ്കിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിത് ചെറിയ ടാങ്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എക്സ്പെൻസ് കുറവായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ആമസോൺ സോയിൽ നമ്മൾ നേരെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക, ഒന്ന് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൽ നിങ്ങൾ പ്ലാന്റ്സ് വെച്ചതിന് ശേഷം എല്ലാ ഡെക്കറേഷൻസും ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ മറ്റോ നമ്മൾ ആ അടിയിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതൊരു ഫിൽറ്റർ വെച്ച് കുറച്ച് നേരം റൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ വെള്ളമായിട്ട് വരും. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെട്രാസ് ആണ്. ടെട്രാസ് ആകുമ്പോൾ നല്ല ആക്റ്റീവാണ്, മാത്രമല്ല നല്ല കളർഫുള്ളാണ്. അങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഫിഷല്ല, പെട്ടെന്നൊന്നും ചത്തുപോകില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അക്വേറിയം നന്നായിട്ട് ചെയ്യും. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ അക്വേറിയം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതും 2 അടി നീളത്തിൽ 1.5 അടി വീതി, 1.5 അടി ഉയരത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് റിവർ സാൻഡ്, അതായത് പുഴമണൽ, പിന്നെ കുറച്ച് ഗ്രാസ്. ഈ ഒറ്റ ഗ്രാസ് അതിൽ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഇതൊരു കമ്മ്യൂണിറ്റി ടാങ്കാണ്. ഡിസ്കസ് ഉണ്ട്, മറ്റുള്ള ഫിഷുകളുണ്ട്, ഡോഫ് ഗൗരാമി ഉണ്ട്, മിസ് കേരള ഉണ്ട്, ഫൈറ്റർ ഉണ്ട്, എല്ലാം ഒരുമിച്ചാണ്. കാരണം ഇതിനൊക്കെ ഹൈഡ് ചെയ്യാനുള്ള സ്പേസ് ഈ പുല്ലിൻ്റെ ഇടയിലുണ്ട്. കാരണം ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്കിത് വെറും കാർപ്പറ്റ് ഗ്രാസ് ആക്കണമെങ്കിൽ ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കാർപ്പറ്റ് ഗ്രാസ് മാതിരി കിടക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മീനുകൾക്ക് ഒരു ഹൈഡിങ് സ്പേസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഫ്രണ്ടിൽ കട്ട് ചെയ്ത് ഇതുപോലെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ഹൈഡിങ് സ്പേസ് ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ വലിയ കാര്യമായിട്ട് വേറെ എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു നോർമൽ ഒരു മാനുവലായിട്ടൊരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നമ്മൾ മറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് ഒക്കെ നമ്മുടെ ടെറസിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പ്ലാന്റ് ആണ്, നിങ്ങൾക്ക് വീട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഫിൽറ്റർ മീഡിയംസ് എല്ലാം ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് സൈഡിൽ നോക്കിയാലും എല്ലാ രീതിയിലും നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ടാമത്തെ അക്വേറിയം. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്, വളരെ ഈസിയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.